ഹായ്. നമുക്ക് നമ്മുടെ കെട്ടിടങ്ങളുടെ ഇന്റഗ്രിറ്റി എന്താണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഓഫ് എ ബിൽഡിംഗ് നമുക്ക് നോക്കാം. നമുക്കൊരു പേഴ്സണൽ ഇന്റഗ്രിറ്റി ഉണ്ട്, നമ്മുടെ ഒരു സമഗ്രമായ ഒരു വസ്തുത. അപ്പോൾ നമ്മുടെ ഇന്റഗ്രിറ്റി പോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ എലമെന്റ്സ് എല്ലാം കൂടി സമഗ്രമായിട്ടുള്ളതാണ്. ഓക്കെ, ആ സമഗ്രമായ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എന്തൊക്കെ ഉണ്ടാവും സ്ട്രക്ചറിൽ? അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാവും, അതിൻ്റെ വാൾ ഉണ്ടാവും, അതിൻ്റെ റൂഫ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ ചേരുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഓഫ് ബിൽഡിംഗ്. അപ്പോൾ അതിന്റെ കീ എലമെന്റ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. അപ്പൊ നമ്മൾ വെക്കുന്ന കെട്ടിടം അത് പെർമനന്റ് ലോഡോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ലോഡോ. പെർമനന്റ് ലോഡ് എന്ന് പറയുമ്പോൾ കെട്ടിടത്തിന്റെ വെയിറ്റുകൾ, അതിന്റെ വാള്, അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ റൂഫ്, ഇതിന്റെയൊക്കെ വെയിറ്റ്. ടെമ്പററി ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ ലൈവ് ലോഡ് എന്നാണ് പറയുക. ലൈവ് ലോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഫർണിച്ചേഴ്സ് ഉണ്ട്, നമ്മളുടെ മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറ്റ് വെയിറ്റുകളെല്ലാം ചേർന്ന സമഗ്രമായ ലോഡുകൾ കപ്പാസിറ്റി അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് ഫസ്റ്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. അത് ഏറ്റവും ചെക്ക് ചെയ്തിട്ട് വേണം ഒരു ഇന്റഗ്രിറ്റി ഉള്ള ബിൽഡിംഗ് വെക്കാനായിട്ട്. അടുത്തത് മെറ്റീരിയൽ സ്ട്രെങ്തും അതിന്റെ ക്വാളിറ്റിയുമാണ്. ഏറ്റവും നല്ല ഇന്റഗ്രിറ്റി ഉള്ള ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിലുപയോഗിച്ചിട്ട് മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ളതാവണം, അത് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളതാവണം, ഡ്യൂറബിൾ ആവണം, അതോടൊപ്പം തന്നെ എസ്തെറ്റിക്കലി അപ്പിയറിങ്സ് ആകണം. അപ്പൊ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുന്ന ഒരു നല്ല മെറ്റീരിയൽ സെലക്ഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ യൂസേജ് ആ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ വീടിന്റെ ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയെ പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് അല്ലേ. അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രക്ചറൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ കണക്ഷൻ ഡിസൈൻ ചെയ്യണം. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഈ റൂഫൊക്കെ പറന്നു പോയത് കാണാം. ഈ നമ്മളുടെ ടെറസിലൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരു കാറ്റ് വന്നു കഴിയുമ്പോൾ ആ കാറ്റത്ത് പറന്നു പോകുന്ന അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു റൂഫ് ട്രസ്സും ആ ബിൽഡിങ്ങും സ്ട്രക്ചറലി ഇന്റഗ്രേറ്റഡ് ആണോ? അല്ല. അപ്പോൾ അതിന്റെ കണക്ഷൻസ് ബിറ്റ്വീൻ നമ്മളുടെ മെയിൻ സ്ട്രക്ചറും അല്ലെങ്കിൽ സബ് സ്ട്രക്ചറും ആയിട്ടുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ മെയിൻ ബിൽഡിംഗ് സബ് ബിൽഡിംഗ് മാത്രമല്ല, നമ്മളുടെ ബിൽഡിങ്ങിനകത്തുള്ള കോളംസ്, ബീമുകൾ, അത് തമ്മിലുള്ള ഇന്റർ കണക്ഷൻസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. അത് നമ്മളുടെ ബിൽഡിംഗ് ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന പ്രധാന കാര്യമാണ്. സ്ട്രക്ചറൽ അനാലിസിസ് നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതിന്റെ സ്ട്രക്ചറൽ അനാലിസിസ് എന്നുള്ളത്. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് അതിന്റെ ഒരു മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അതിന്റെ സ്ട്രെങ്തും അതിന്റെ കണക്ഷൻസും അതിന്റെ ഡിഫറെന്റ് ലോഡ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷനിലേക്ക് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ്, അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് അനാലിസിസ് ചെയ്ത് അത് സേഫ് ആണോ അല്ലേ എന്ന് നോക്കി അത് സേഫ് ആവുന്ന രീതിയിലേക്കുള്ള ആ ടെൻഷനും കംപ്രഷൻ സോണിലും ഒക്കെ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്ത് ഒക്കെ വേണം ഒരു നല്ലൊരു ബിൽഡിങ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന സ്ട്രക്ചറൽ അനാലിസിസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കാര്യം ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് സേഫ്റ്റി കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് ഡിസൈനിലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എത്ര എടുക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പലപ്പോഴും ഒപ്റ്റിമം കണ്ടീഷനിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ലോഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിൽ അത് സസ്റ്റൈനബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ കോഡ് കമ്പൽ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഓരോ ഏരിയയിലും അത് അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് മനസ്സിലാക്കി കൃത്യമായ ഫാക്ടർ ഓഫ് സേഫ്റ്റിയോട് ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിങ്ങിന് മാത്രമേ നല്ലൊരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഉള്ള ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാ എഞ്ചിനീയേഴ്സും സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നത് സ്ട്രക്ചറൽ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പം കോഡും റെഗുലേഷൻസും എല്ലാം ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം. ഇപ്പൊ ഇന്ത്യൻ ആണ് AS കോഡ്സുകളുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് ഡിസൈൻ ആണെങ്കിൽ IS 456, സ്റ്റീൽ ആണെങ്കിൽ AS 800, ഈ തുടങ്ങിയ കോഡുകളും വളരെയധികം മറ്റ് സബ് കോഡുകളുണ്ട്. ഇതെല്ലാം നോക്കി ഏറ്റവും സ്ട്രക്ചറലി സ്റ്റേബിൾ ആവുന്ന ഒരു ഡിസൈൻ വേണം നമ്മളുടെ വീടിന് നമുക്ക് നൽകാനായിട്ട്. എത്രയൊക്കെ നല്ല ഡിസൈൻ ചെയ്താലും, എത്രയൊക്കെ കോഡ് ഉപയോഗിച്ചാലും, എത്രയൊക്കെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്താലും റെഗുലർ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഇതൊന്നുമില്ലെങ്കിൽ
ഒരു വീടിൻ്റെ ഇൻറ്റഗ്രിറ്റി, സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഫെയിലർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റെഗുലർ ഇൻസ്പെക്ഷനും റുട്ടീൻ മെയിൻ്റനൻസും ഉള്ളത്. ഈ ലാൻഡിനൊക്കെ സ്കേഴ്സിറ്റി ഉള്ള ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ഫിൽഡ് ലാൻഡുകളിലോ ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ലാൻഡുകളിലൊക്കെ കെട്ടിടം പണിയുമ്പോൾ പ്രോപ്പർ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി നോക്കാതെ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റ് നടത്താതെ, അല്ലെങ്കിൽ ഡിസൈൻ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് നടത്താതെയാണ് ചെയ്യുന്നതെങ്കിൽ ബിൽഡിംഗ് ഫെയിലർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കെട്ടിടം ഫെയിലർ ആവുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി പോലെ തന്നെയാണ്. നമ്മൾക്ക് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ പബ്ലിക്കിനാണ് അതിനോട് ഏറ്റവും വലിയ നാശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് അതിനുള്ള അവയർനെസ് എല്ലാവർക്കും കിട്ടി നമ്മൾ നമ്മുടെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു അത്യന്താപേക്ഷമായിട്ട് ഒന്നാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.